ഒരിക്കൽ ഒരു കൊച്ചു ബാലൻ തന്റെ അമ്മയോട് പിണങ്ങി വീടിനു പുറത്തേക്ക് ഓട്ടി. അവൻ അടുത്തുള്ള ഒരു കുന്നിൻ ചെരുവിൽ ചെന്നുനിന്ന് ദേഷ്യത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്നെ വെറുപ്പാണ്. പെട്ടെന്ന് ആ കുന്നുകളിൽ നിന്നും ഒരു ശബ്ദം തിരികെ വന്നു, എനിക്ക് നിന്നെ വെറുപ്പാണ്, വെറുപ്പാണ്, വെറുപ്പാണ്. അവൻ പേടിച്ചുപോയി. ആരോ തന്നെ വെറുക്കുന്നു എന്ന് കരുതി അവൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ പറഞ്ഞു, അമ്മേ, ആ കുന്നിൻ മുകളിൽ ഒരു ദുഷ്ടനിരിക്കുന്നുണ്ട്. അവൻ എന്നെ വെറുപ്പാണ് എന്ന് വിളിച്ചു പറയുന്നു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി. അമ്മ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നീ അവിടെ വീണ്ടും ചെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയൂ. അവൻ വീണ്ടും കുന്നിൻ ചെരുവിൽ ചെന്നുനിന്ന് ആഞ്ഞു വിളിച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പോൾ ആ കുന്നുകളിൽ നിന്നും അതിമനോഹരമായ ഒരു ശബ്ദം തിരികെ വന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. ബാലൻ സന്തോഷത്തോടെ തിരികെ വീട്ടിലെത്തി. അപ്പോൾ അമ്മ അവന് ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം പറഞ്ഞുകൊടുത്തു, മകനെ, ജീവിതം ഒരു പ്രതിധ്വനി പോലെയാണ്. നീ എന്തു നൽകുന്നുവോ അതുതന്നെ നിനക്ക് തിരികെ ലഭിക്കും. നീ സ്നേഹം നൽകിയാൽ സ്നേഹം ലഭിക്കും, നീ ദേഷ്യം നൽകിയാൽ ദേഷ്യം ലഭിക്കും. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും പ്രപഞ്ചത്തിലേക്ക് വിടുന്ന വിത്തുകൾ പോലെയാണ്. അവ വളർന്ന് ഫലമായി നമ്മിലേക്ക് തന്നെ തിരികെയെത്തും. അതുകൊണ്ട് എപ്പോഴും നന്മയും സ്നേഹവും മാത്രം മറ്റുള്ളവർക്ക് നൽകാൻ ശ്രമിക്കുക. നീ ലോകത്തിന് എന്തു നൽകുന്നുവോ അത് വലിയ അളവിൽ നിനക്ക് തിരികെ ലഭിക്കും. ഒരിക്കൽ ഒരു യുവാവ് തന്റെ ഭാവി അറിയാനായി വലിയൊരു ജ്യോത്സ്യന്റെ അടുത്തെത്തി. ജ്യോത്സ്യൻ അവന്റെ കൈകൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അദ്ദേഹം സങ്കടത്തോടെ തലയാട്ടി പറഞ്ഞു, മകനെ, നിന്റെ കൈയിൽ വിദ്യയുടെ രേഖയില്ല. നീ എത്ര പഠിച്ചാലും നിനക്ക് അറിവ് ലഭിക്കില്ല. നിന്റെ വിധിയിൽ വിദ്യാഭ്യാസമില്ല. യുവാവ് അല്പനേരം നിശബ്ദനായി നിന്നു. പെട്ടെന്ന് അവൻ തന്റെ കൈയിലുണ്ടായിരുന്ന ചെറിയൊരു കത്തിയെടുത്ത് തന്റെ ഉള്ളംകൈയിൽ ആഴത്തിൽ ഒരു വര വരച്ചു. രക്തം വരുന്നത് കണ്ട ജ്യോത്സ്യൻ ഞെട്ടിപ്പോയി. അവൻ ശാന്തമായി പറഞ്ഞു, ഗുരോ, എന്റെ കൈയിൽ വിദ്യയുടെ രേഖയില്ലെങ്കിൽ ഞാനതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇനി എന്റെ വിധി ഈ വരയിലൂടെ ഒഴുകട്ടെ. വർഷങ്ങൾ കടന്നുപോയി. ആ യുവാവ് ലോകം ആദരിക്കുന്ന വലിയൊരു പണ്ഡിതനായി മാറി. അദ്ദേഹം പാനിനി എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം പഠിപ്പിച്ചു, വിധി എന്നത് കല്ലിൽ കൊത്തിയ ഒന്നല്ല. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തം വിധി മാറ്റിയെഴുതാൻ കഴിയും. കൈരേഖകളിലല്ല, നിങ്ങളുടെ കർമ്മങ്ങളിലാണ് നിങ്ങളുടെ ഭാവിയിരിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതല്ല പ്രധാനം. നിങ്ങളുടെ പരിമിതികളെക്കുറിച്ച് ലോകം വിധിയെഴുതിയേക്കാം. എന്നാൽ നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏതു വിധിരേഖയെയും തിരുത്താൻ നിങ്ങൾക്ക് കഴിയും. വിജയം എന്നത് ഭാഗ്യമല്ല, അത് നിങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ്. ഒരിക്കൽ ഒരു വലിയ മലമുകളിൽ ഒരു കഴുകൻ കൂടുകൂട്ടിയിരുന്നു. ആ കൂട്ടിൽ 4 വലിയ കഴുകൻ മുട്ടകളുണ്ടായിരുന്നു. ഒരു ദിവസം ശക്തമായ ഒരു ഭൂചലനമുണ്ടായി. മലമുകളിൽ നിന്നും ഒരു കഴുകൻ മുട്ട പതുക്കെ ഉരുണ്ട് താഴെയുള്ള ഒരു കോഴിക്കൂട്ടിൽ ചെന്നു വീണു. ആ കോഴിക്കൂട്ടിലെ പാവം കോഴികൾ ആ മുട്ടയെ സംരക്ഷിച്ചു. അങ്ങനെ ആ മുട്ട വിരിഞ്ഞ് ഒരു ചെറിയ കഴുകൻ കുഞ്ഞ് പുറത്തുവന്നു. അവൻ വളർന്നത് കോഴിക്കുഞ്ഞുങ്ങളുടെ കൂടെയായിരുന്നു. കോഴികൾ ചെയ്യുന്നതുപോലെ അവൻ മണ്ണിൽ കൊത്തി നടന്നു. അല്പം മാത്രം ഉയരത്തിൽ പറന്നു. കോഴികളെപ്പോലെ ശബ്ദമുണ്ടാക്കി. താനൊരു കോഴിയാണെന്ന് അവൻ പൂർണ്ണമായും വിശ്വസിച്ചു. ഒരു ദിവസം ആകാശത്ത് അതിമനോഹരമായി ചിറകുവിടർത്തി പറക്കുന്ന ഒരു വലിയ കഴുകനെ അവൻ കണ്ടു. അതിശയിച്ചുപോയ അവൻ ചോദിച്ചു, ആ കാണുന്ന പക്ഷിയുടെ പേരെന്താണ്? എത്ര രാജകീയമായാണ് അത് പറക്കുന്നത്? കൂടെയുള്ള കോഴികൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊരു കഴുകനാണ്, പക്ഷികളുടെ രാജാവ്. നീ അത് നോക്കി നിൽക്കണ്ട. നീ വെറുമൊരു കോഴിയാണ്. നിനക്കൊരിക്കലും ആ ഉയരത്തിൽ പറക്കാൻ കഴിയില്ല. അവൻ ആ വാക്കുകൾ വിശ്വസിച്ചു. തന്റെ ഉള്ളിൽ ആകാശത്തെ കീഴടക്കാനുള്ള ചിറകുകളുണ്ടെന്ന് അവൻ മറന്നുപോയി. പിന്നീട് ഒരിക്കൽ പോലും അവൻ ഉയരങ്ങളിലേക്ക് നോക്കിയില്ല. ജീവിതകാലം മുഴുവൻ അവനൊരു കോഴിയായി ജീവിച്ചു. ഒടുവിൽ ഒരു കോഴിയായി തന്നെ മരിച്ചു. അവനൊരു കഴുകനായി ജനിച്ചിട്ടും തന്റെ കഴിവ് തിരിച്ചറിയാതെ പോയി. നിങ്ങൾ ആരാകണം എന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവരല്ല, നിങ്ങളാണ്. ചുറ്റുമുള്ളവർ നിങ്ങളെ തളർത്തുന്ന വാക്കുകൾ പറഞ്ഞേക്കാം. നിനക്ക് ഇത് കഴിയില്ല, നീയൊരു സാധാരണക്കാരനാണ് എന്നൊക്കെ അവർ വിധിയെഴുതിയേക്കാം. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ആകാശത്തോളം ഉയരത്തിൽ പറക്കാനുള്ള കഴിവുണ്ട്. ചിറകു വിരിക്കുക. നിങ്ങളൊരു കഴുകനായി തന്നെ ജീവിക്കുക. ഒരിക്കൽ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ കാരണം സമാധാനം നഷ്ടപ്പെട്ട ഒരു യുവാവ് ഒരു വൃദ്ധനായ ഗുരുവിന്റെ അരികിലെത്തി. ഗുരു അവനെ ശാന്തനായി കേട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം അവനോടൊരു പീട്ടി ഉപ്പ് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ഗുരു പറഞ്ഞു, ആ ഉപ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി അത് കുടിച്ചു നോക്കൂ. യുവാവ് അത് കുടിച്ചു. ഗുരു ചോദിച്ചു, എങ്ങനെയുണ്ട് അതിന്റെ രുചി? യുവാവ് മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു, വളരെ മോശം, ഒട്ടും കുടിക്കാൻ വയ്യ. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് അവനെ അടുത്തുള്ള ഒരു വലിയ തടാകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി.
അദ്ദേഹം പറഞ്ഞു, ഇനിയൊരു പീട്ടി ഉപ്പ് ഈ തടാകത്തിലേക്ക് എറിയൂ. യുവാവ് അപ്രകാരം ചെയ്തു. ഗുരു പറഞ്ഞു, ഇനി ഈ തടാകത്തിലെ വെള്ളം ഒന്ന് കുടിച്ചു നോക്കൂ. യുവാവ് ആ തടാകത്തിലെ തെളിനീർ കുടിച്ചു. ഗുരു ചോദിച്ചു, ഇപ്പോൾ ഉപ്പിന്റെ രുചിയുണ്ടോ? യുവാവ് സന്തോഷത്തോടെ പറഞ്ഞു, ഇല്ല, ഇതിന് നല്ല മധുരമുണ്ട്. ഗുരു അവന്റെ തോളിൽ കൈവച്ച് പതുക്കെ പറഞ്ഞു, മകനെ, നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഈ ഒരു പീട്ടി ഉപ്പ് പോലെയാണ്. അതെപ്പോഴും ഒരുപോലെയായിരിക്കും. പക്ഷേ നാം അത് എന്തിലേക്കാണ് കലക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ രുചി. നീ നിന്റെ മനസ്സിനെ ഒരു ചെറിയ ഗ്ലാസ് പോലെയാക്കിയാൽ ചെറിയ പ്രശ്നങ്ങൾ പോലും നിന്റെ ജീവിതത്തെ കയ്പുള്ളതാക്കും. എന്നാൽ നീ നിന്റെ മനസ്സിനെ ഒരു വലിയ തടാകം പോലെ വിശാലമാക്കിയാൽ എത്ര വലിയ സങ്കടങ്ങളും അതിൽ അലിഞ്ഞുചേരും. നിന്റെ ജീവിതത്തിന്റെ മധുരം നഷ്ടപ്പെടുകയുമില്ല. ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ എത്രത്തോളം വിശാലമാക്കാം എന്ന് നമുക്ക് തീരുമാനിക്കാം. പ്രശ്നങ്ങളെക്കാൾ വലുതായി വളരുക. മനസ്സ് വിശാലമാകുമ്പോൾ സങ്കടങ്ങൾ നിങ്ങളെ തോൽപ്പിക്കില്ല. ഒരിക്കൽ ജ്ഞാനിയായ ഒരു ഗുരു തന്റെ ശിഷ്യനോടൊപ്പം കാട്ടിലൂടെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം നിന്നു. അവിടെ നിലത്ത് മുളച്ചു നിൽക്കുന്ന ഒരു ചെറിയ പുല്ല് അദ്ദേഹം കാണിച്ചുകൊടുത്തു. ഗുരു പറഞ്ഞു, മകനെ, നീ ആ പുല്ലൊന്ന് പിഴുതുമാറ്റൂ. ശിഷ്യൻ തന്റെ 2 വിരലുകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ ആ പുല്ല് പറിച്ചെടുത്തു. അവർ കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്നു. അവിടെ പതുക്കെ വളർന്നു തുടങ്ങിയ ഒരു ചെറിയ ചെടി കണ്ടു. ഗുരു പറഞ്ഞു, ഇനി ആ ചെടിയൊന്ന് പിഴുതുമാറ്റൂ. ശിഷ്യൻ അല്പം കൂടി ശക്തി ഉപയോഗിച്ചു. ഒരു കൈകൊണ്ടുതന്നെ അവൻ ആ ചെടിയെ വേരോടെ പിഴുതെടുത്തു. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. അവിടെ ഏകദേശം ഒരാൾ പൊക്കമുള്ള ഒരു വലിയ കുറ്റിച്ചെടിയുണ്ടായിരുന്നു. ഗുരു പറഞ്ഞു, ഇതിനെ ഒന്ന് മാറ്റിനോക്കൂ. ഇത്തവണ ശിഷ്യന് 2 കൈകളും ഉപയോഗിക്കേണ്ടിവന്നു. അവൻ നന്നായി വിയർത്തു. ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം അത് പുറത്തെടുത്തു. യാത്രയുടെ അവസാനം അവർ എത്തിയത് ശാഖകൾ വിരിച്ചു നിൽക്കുന്ന ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിലായിരുന്നു. ഗുരു ആ മരത്തെ ചൂണ്ടിപ്പറഞ്ഞു, ഇനി ഈ മരത്തെ ഒന്ന് പിഴുതുമാറ്റൂ. ശിഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെങ്ങനെ സാധിക്കും ഗുരുവേ? ഇതിന്റെ വേരുകൾ ഭൂമിയിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. ഇതിനെ മാറ്റാൻ എനിക്ക് കഴിയില്ല. ഗുരു ഗൗരവത്തോടെ പറഞ്ഞു, മകനെ, നമ്മുടെ ജീവിതത്തിലെ ശീലങ്ങളും ഇതേപോലെയാണ്. അവ നമ്മുടെ മനസ്സിൽ ചെറിയ പുല്ലുപോലെ മുളച്ചുവരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ അവയെ മാറ്റാം. പക്ഷേ നാം അവയെ വളരാൻ അനുവദിച്ചാൽ ദിവസങ്ങൾ കഴിയുന്തോറും അവ ഈ ആൽമരത്തെപ്പോലെ ആഴത്തിൽ വേരൂന്നും. അദ്ദേഹം തുടർന്നു, പിന്നീട് അവയെ മാറ്റാൻ നീ എത്ര ശ്രമിച്ചാലും നിനക്ക് അത് സാധിച്ചെന്നു വരില്ല. അതുകൊണ്ട് നിന്റെ ഉള്ളിൽ മോശമായ ഒരു ശീലം മുളച്ചുവരുന്നത് കണ്ടാൽ അത് ആൽമരമാകുന്നതിനു മുൻപ് തന്നെ പിഴുതുമാറ്റാൻ പഠിക്കുക. നമ്മുടെ ഓരോ ശീലവും ആദ്യം ഒരു ചെറിയ നൂലിഴ പോലെയാണ്. ഓരോ തവണ ആവർത്തിക്കുമ്പോഴും ആ നൂലിഴകൾ ചേർന്ന് ഒരു കയറായി മാറുന്നു. നല്ല ശീലങ്ങൾ നിങ്ങളെ കെട്ടിപ്പടുക്കും. ചീത്ത ശീലങ്ങൾ നിങ്ങളെ തളച്ചിടും. മോശം ശീലങ്ങളെ തുടക്കത്തിലേ മാറ്റുക. വേരുകൾ ആഴത്തിലായാൽ പിന്നീട് വേദനയില്ലാതെ മാറ്റം സാധ്യമല്ല. ഒരിക്കൽ നിശബ്ദമായ ഒരു മുറിയിൽ 4 മെഴുകുതിരികൾ കത്തുന്നുണ്ടായിരുന്നു. മുറിയിൽ വല്ലാത്തൊരു ശാന്തതയായിരുന്നു. ആ ശാന്തതയിൽ മെഴുകുതിരികൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ആദ്യത്തെ മെഴുകുതിരി പതുക്കെ പറഞ്ഞു, ഞാൻ സമാധാനമാണ്. പക്ഷേ ഈ ലോകത്ത് ആരും എന്നെ നിലനിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എവിടെയും യുദ്ധവും കലഹവുമാണ്. എനിക്കിനിയും കത്തിനിൽക്കാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞ് ആ മെഴുകുതിരി പതുക്കെ അണഞ്ഞുപോയി. രണ്ടാമത്തെ മെഴുകുതിരി സങ്കടത്തോടെ പറഞ്ഞു, ഞാൻ വിശ്വാസമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും ആരോടും വിശ്വാസമില്ല. എല്ലാവരും പരസ്പരം സംശയിക്കുന്നു. എന്റെ പ്രകാശത്തിനിനി ഇവിടെ പ്രസക്തിയില്ല. അല്പം കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ മെഴുകുതിരിയും അണഞ്ഞുപോയി. മൂന്നാമത്തെ മെഴുകുതിരി തളർന്ന സ്വരത്തിൽ പറഞ്ഞു, ഞാൻ സ്നേഹമാണ്. പക്ഷേ മനുഷ്യർ സ്നേഹിക്കാൻ മറന്നുപോയിരിക്കുന്നു. സ്വാർത്ഥതയും വെറുപ്പും കൊണ്ട് അവരുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു. എനിക്കിനിയും പ്രകാശം നൽകാൻ കഴിയില്ല. അങ്ങനെ മൂന്നാമത്തെ മെഴുകുതിരിയും അണഞ്ഞുപോയി. പെട്ടെന്ന് ആ മുറിയിലേക്ക് ഒരു ചെറിയ കുട്ടി ഓടിവന്നു. അണഞ്ഞുപോയ 3 മെഴുകുതിരികളെ കണ്ടപ്പോൾ അവൻ കരയാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് അണഞ്ഞുപോയത്? നിങ്ങൾ എപ്പോഴും കത്തി നിൽക്കേണ്ടവരായിരുന്നല്ലോ. അവൻ സങ്കടത്തോടെ ചോദിച്ചു. അപ്പോൾ കത്തിക്കൊണ്ടിരുന്ന 4ാമത്തെ മെഴുകുതിരി ആ കുട്ടിയോട് മൃദുവായി പറഞ്ഞു, കുട്ടി, നീ പേടിക്കണ്ട. ഞാൻ ഉള്ളിടത്തോളം കാലം നിനക്ക് ആ പഴയ മെഴുകുതിരികളെ വീണ്ടും തെളിക്കാൻ കഴിയും. കുട്ടി കണ്ണു തുടച്ച് ചോദിച്ചു, നീ ആരാണ്? ആ മെഴുകുതിരി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ പ്രതീക്ഷയാണ്. സന്തോഷം കൊണ്ട് ആ കുട്ടിയുടെ കണ്ണുകൾ തിളങ്ങി. അവൻ ആ പ്രതീക്ഷയുടെ മെഴുകുതിരി കൈയിലെടുത്തു. അതുകൊണ്ട് അവൻ സമാധാനത്തെയും വിശ്വാസത്തെയും സ്നേഹത്തെയും വീണ്ടും തെളിച്ചു. ആ മുറി വീണ്ടും പ്രകാശപൂരിതമായി. നമ്മുടെ ജീവിതത്തിൽ സമാധാനവും വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടായേക്കാം. എല്ലാം ഇരുളടഞ്ഞതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ പ്രതീക്ഷയുടെ മെഴുകുതിരി മാത്രം അണയാതെ സൂക്ഷിക്കുക. ആ ഒരു ചെറിയ വെളിച്ചം മതി.
നഷ്ടപ്പെട്ട എല്ലാ നന്മകളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. പ്രതീക്ഷ കൈവിടരുത്. അത് നിങ്ങളെ വഴി നടത്തും. ഒരിക്കൽ അതിസമ്പന്നനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലോകത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ദാഹം ബാക്കിയായിരുന്നു. കൂടുതൽ. എനിക്കിനിയും കൂടുതൽ വേണം. ഒരു ദിവസം കൊട്ടാരമുറ്റത്ത് ഒരു സാധുവായ സന്യാസിയെത്തി. അദ്ദേഹത്തിന്റെ കയ്യിൽ മണ്ണ് പുരണ്ട ഒരു ചെറിയ ഭിക്ഷാപാത്രമുണ്ടായിരുന്നു. രാജാവ് പരിഹാസത്തോടെ ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? സ്വർണമോ രത്നമോ? എന്തു ചോദിച്ചാലും ഞാൻ തരാം. സന്യാസി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭോ, എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. എന്റെ ഈ ചെറിയ പാത്രം നിറയെ അരി മാത്രം നൽകിയാൽ മതി. രാജാവ് പൊട്ടിച്ചിരിച്ചു. ഇത്ര ചെറിയ കാര്യമാണോ നീ ചോദിക്കുന്നത്? ഇപ്പോൾ തന്നെ നിന്റെ പാത്രം നിറച്ചു തരാം. രാജാവ് തന്റെ ഭടന്മാരോട് ഒരു കൊട്ട അരി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അവർ ആ പാത്രത്തിലേക്ക് അരി ചൊരിഞ്ഞു. പക്ഷേ അത്ഭുതം! എത്ര അരിയിട്ടിട്ടും ആ ചെറിയ പാത്രം നിറയുന്നില്ല. രാജാവ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം തന്റെ കലവറയിലെ മുഴുവൻ അരിയും അവിടെ എത്തിച്ചു. ആയിരക്കണക്കിന് കൊട്ട അരി ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. എന്നിട്ടും ആ പാത്രം ശൂന്യമായി തന്നെയിരുന്നു. രാജാവ് തന്റെ സ്വർണവും രത്നങ്ങളും വജ്രങ്ങളുമെല്ലാം ആ പാത്രത്തിലേക്കിട്ടു. പക്ഷേ ആ ചെറിയ പാത്രം അവയെല്ലാം വിഴുങ്ങിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ രാജാവ് ആ സന്യാസിയുടെ പാദങ്ങളിൽ വീണു. അദ്ദേഹം ചോദിച്ചു, സ്വാമി, എന്താണ് ഈ പാത്രത്തിന്റെ രഹസ്യം? ലോകത്തിലെ സകല സമ്പത്തുമിട്ടിട്ടും ഇതെന്തുകൊണ്ടാണ് നിറയാത്തത്? സന്യാസി ശാന്തമായി പറഞ്ഞു, പ്രഭോ, ഈ പാത്രം നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ കൊണ്ടാണ്. മനുഷ്യന്റെ ആഗ്രഹം ഒരു ആഴമില്ലാത്ത കിണറുപോലെയാണ്. അതിൽ നീ എന്തു നിക്ഷേപിച്ചാലും അതൊരിക്കലും നിറയില്ല. കൂടുതൽ വേണം എന്ന ചിന്ത നിന്നെ എപ്പോഴും ദരിദ്രനായി നിലനിർത്തും. രാജാവിന് തന്റെ തെറ്റു മനസ്സിലായി. സ്വർണ്ണക്കൂട്ടിലല്ല, മറിച്ച് സംതൃപ്തിയിലാണ് യഥാർത്ഥ സന്തോഷമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അന്നുമുതൽ അദ്ദേഹം തന്റെ സമ്പത്ത് ജനങ്ങളുടെ നന്മയ്ക്കായി ചെലവഴിക്കാൻ തുടങ്ങി. ആഗ്രഹങ്ങൾക്ക് അവസാനമില്ല. ഒന്നു കിട്ടുമ്പോൾ മറ്റൊന്നിനായുള്ള ഓട്ടം നമ്മെ എന്നും അശാന്തരാക്കും. ലഭിച്ചതിൽ സന്തോഷിക്കാൻ പഠിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഏറ്റവും കൂടുതൽ പണമുള്ളവനല്ല, മറിച്ച് തനിക്കുള്ളതിൽ സംതൃപ്തി കണ്ടെത്തുന്നവനാണ്. ഒരിക്കൽ വളരെ വലിയൊരു കപ്പലിന്റെ യന്ത്രം, എഞ്ചിൻ, പെട്ടെന്ന് പണിമുടക്കി. കപ്പലിലെ എഞ്ചിനീയർമാർ എല്ലാവരും ശ്രമിച്ചിട്ടും അത് നന്നാക്കാൻ കഴിഞ്ഞില്ല. കപ്പലുടമസ്ഥൻ ലോകപ്രശസ്തരായ പലരെയും വിളിച്ചു. ആർക്കും ആ വലിയ യന്ത്രത്തെ ചലിപ്പിക്കാൻ സാധിച്ചില്ല. ഒടുവിൽ അവർ വർഷങ്ങളുടെ അനുഭവസമ്പത്തുള്ള ഒരു വൃദ്ധനായ മെക്കാനിക്കിനെ കൊണ്ടുവന്നു. അദ്ദേഹം തന്റെ ചെറിയൊരു ബാഗുമായി കപ്പലിലെത്തി. വളരെ ശാന്തനായി അദ്ദേഹം ആ വലിയ യന്ത്രത്തെ മുകളിൽ നിന്ന് താഴെ വരെ പരിശോധിച്ചു. കപ്പൽ ഉടമസ്ഥനും മറ്റ് എഞ്ചിനീയർമാരും അദ്ദേഹത്തെ നോക്കി നിൽക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ ബാഗിൽ നിന്നും ഒരു ചെറിയ ചുറ്റിക പുറത്തെടുത്തു. എന്നിട്ട് ആ വലിയ യന്ത്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് വളരെ പതുക്കെ ഒന്ന് തട്ടി. പെട്ടെന്ന് അത്ഭുതം സംഭവിക്കുന്നതുപോലെ ആ വലിയ യന്ത്രം പ്രവർത്തിക്കാൻ തുടങ്ങി. എല്ലാവരും സന്തോഷിച്ചു. കപ്പൽ ഉടമസ്ഥൻ ചോദിച്ചു, ഇതിന്റെ ചെലവെത്രയാകും? വൃദ്ധൻ ശാന്തമായി പറഞ്ഞു, 10,000 രൂപ. 10,000. ഉടമസ്ഥൻ അത്ഭുതപ്പെട്ടു. എന്ത്? വെറുതെ ഒന്ന് ചുറ്റിക കൊണ്ട് തട്ടിയതിന് 10,000 രൂപയോ? എനിക്കിതിന്റെ കൃത്യമായ കണക്ക് തരണം. അടുത്ത ദിവസം വൃദ്ധൻ ആ ബില്ല് നൽകി. അതിലിങ്ങനെ എഴുതിയിരുന്നു: 1. ചുറ്റിക കൊണ്ട് തട്ടിയതിന് 10 രൂപ. 2. എവിടെയാണ് തട്ടേണ്ടതെന്ന് കൃത്യമായി അറിഞ്ഞതിന് 9,990 രൂപ. ആകെ തുക 10,000 രൂപ. കപ്പലുടമസ്ഥനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം ആ തുക സന്തോഷത്തോടെ നൽകി. അവിടെ പണത്തേക്കാൾ കൂടുതൽ അദ്ദേഹം ബഹുമാനിച്ചത് ആ വൃദ്ധന്റെ അറിവിനെയും അനുഭവത്തെയുമാണ്. ജോലി ചെയ്യുന്നത് എളുപ്പമായിരിക്കാം, പക്ഷേ ആ ജോലി എങ്ങനെ, എപ്പോൾ, എവിടെ ചെയ്യണം എന്നറിയുന്നതാണ് യഥാർത്ഥ വിദഗ്ധ്യം. അധ്വാനം മാത്രം പോരാ, കൂടെ അറിവും വേണം. മറ്റൊരാളുടെ കഴിവിനെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. അവർ ആ ഒരു മിനിറ്റിൽ ചെയ്യുന്ന കാര്യത്തിന് പിന്നിൽ വർഷങ്ങളുടെ കഠിനാധ്വാനവും പരിശീലനവും ഉണ്ടായിരിക്കും. അറിവാണ് ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം. ഒരിക്കൽ വലിയൊരു കടൽത്തീരത്ത് ഒരു ചെറിയ കണ്ടരകൻ താമസിച്ചിരുന്നു. അവൻ തന്റെ ചെറിയ മാളത്തിലിരുന്ന് തിരമാലകൾ വരുന്നത് നോക്കി നിൽക്കും. അവൻ വിചാരിച്ചിരുന്നത് ഈ കടൽ മുഴുവൻ തന്റെ മാളത്തിനു ചുറ്റും മാത്രമാണ് ഉള്ളതെന്നാണ്. ഒരു ദിവസം ദൂരെയുള്ള ആഴക്കടലിൽ നിന്നും ഒരു വലിയ കടലാമ തീരത്തെത്തി. ഞണ്ട് ആമയെ കണ്ട് അത്ഭുതപ്പെട്ടു. ഞണ്ട് ചോദിച്ചു, നീ എവിടെ നിന്നാണ് വരുന്നത്? നിന്റെ വീടെവിടെയാണ്? ആമ പതുക്കെ പറഞ്ഞു, ഞാൻ വരുന്നത് ഈ വലിയ മഹാസമുദ്രത്തിന്റെ അങ്ങേ അറ്റത്തുനിന്നാണ്. അവിടെ അങ്ങോളം വലിയ പവിഴപ്പുറ്റുകളും ആയിരക്കണക്കിന് മീനുകളുമുണ്ട്. ഞണ്ട് പരിഹാസത്തോടെ ചിരിച്ചു. അവൻ തന്റെ ചെറിയ മാളത്തിന്റെ അറ്റത്തുനിന്നും മറ്റേ അറ്റത്തേക്കൊന്നോടിയിട്ട് ചോദിച്ചു, ഇത്രയും വലിപ്പമുണ്ടോ നിന്റെ സമുദ്രത്തിന്? ആമ പുഞ്ചിരിച്ചു, ഇല്ല സുഹൃത്തേ, നിന്റെ ഈ മാളത്തേക്കാൾ കോടിക്കണക്കിന് മടങ്ങ് വലുതാണ് സമുദ്രം. അതിന്റെ ആഴം പോലും നമുക്ക് അളക്കാൻ കഴിയില്ല. ഞണ്ടിന് ദേഷ്യം വന്നു. അവൻ വിചാരിച്ചു ആമ തന്നെ കളിയാക്കുകയാണെന്ന്. അവൻ പറഞ്ഞു,
നീ കള്ളം പറയുകയാണ്. ഈ ലോകത്ത് എന്റെ ഈ മാളത്തേക്കാളും ഈ തീരത്തേക്കാളും വലിയ മറ്റൊന്നുമില്ല. ഞാൻ കാണുന്നതാണ് സത്യം. ആമ ഒന്നും മിണ്ടിയില്ല. അവൻ പതുക്കെ തിരിഞ്ഞ് കടലിലേക്ക് തന്നെ നീന്തിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കടലിൽ ഒരു വലിയ തിരമാല വന്നു. ആ തിരമാല ഞണ്ടിന്റെ മാളത്തെ തകർത്തുകളഞ്ഞു. ഞണ്ട് ആ തിരമാലയുടെ കൂടെ കടലിന്റെ ആഴങ്ങളിലേക്ക് ഒലിച്ചുപോയി. അവിടെ അവൻ കണ്ട കാഴ്ചകൾ അവനെ അമ്പരപ്പിച്ചു. അവൻ ഇതുവരെ കാണാത്തത്ര വലിയ മലകളും വിചിത്രമായ ജീവികളും അവിടെ ഉണ്ടായിരുന്നു. താൻ ഒരു ചെറിയ കുഴിയിലിരുന്നു ലോകത്തെ മുഴുവൻ അളക്കാൻ ശ്രമിച്ചത് എത്ര വലിയ തെറ്റായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അല്പം അറിവ് നേടുമ്പോൾ ലോകം മുഴുവൻ നമ്മുടെ ഉള്ളിലാണെന്ന് നാം വിചാരിക്കും. നമ്മുടെ അറിവിനേക്കാൾ വലിയ സത്യങ്ങൾ ഈ ലോകത്തുണ്ടെന്ന് നാം മറന്നുപോകുന്നു. അഹങ്കാരം കണ്ണുകളെ മൂടുന്നു. വിനയം ലോകത്തെ തുറന്നു കാണിക്കുന്നു. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്ന് തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ ജ്ഞാനം.